ഞാനിതിന്റെ മലയാളം പറഞ്ഞുതരാം. ബദാം ഗം എന്നും പറയാം, ബദാമിന്റെ പശ, അങ്ങനെ എന്തോ ഒരു സാധനം കേട്ടോ. അതായത് നമ്മുടെ ബദാം മരത്തിന്റെ പശ എന്ന. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. എനിക്കിന്ന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് ഇന്നത്തെ ദിവസം, ഇന്ന് എന്താന്ന് വെച്ചാല് നമ്മള് 1K ഫാമിലി ആവാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഇനി എന്തോ ഒന്നും പറയാൻ പറ്റാത്ത ഫീൽ ഇല്ലേ നമുക്ക്, ആ ഒരു ഫീലാണ് കേട്ടോ. കാരണം പോകുന്നു 993 ആയിരുന്നു, ഞാനിപ്പോ നോക്കിയപ്പോ 993 ആയിരുന്നു. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ആവുന്ന എന്റെ മനസ്സ് പറയുന്നു കേട്ടോ. എന്തായാലും ആവും. അപ്പോ ഭയങ്കര സന്തോഷം. എന്താ ചെയ്യാ, എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്. കാരണം ഇത്ര ദിവസം കൊണ്ട് എനിക്ക് ഇത്ര എത്താൻ പറ്റും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. അതിന്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് പെട്ടെന്ന് തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാല്, ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് ഫേസ് പാക്കുകൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് എന്തൊക്കെയാണ് എനിക്ക് റിസൾട്ട് കിട്ടിയ കുറച്ച് ഫേസ് പാക്കിന്റെ വീഡിയോ കേട്ടോ ഇന്നെന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പൊ ഫസ്റ്റ് തന്നെ പറയാനാണെങ്കിൽ, ഞാനൊരു മാറ്റം വേണം എന്ന് ആഗ്രഹിച്ച സമയത്ത് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക്. ഇത് നമ്മുടെ അലോവേര. കാരണം എനിക്കങ്ങനെ പുറത്ത് വാങ്ങാനോ എന്തൊക്കെയാണോ, ഞാൻ എന്തെങ്കിലും കുറെ കാണുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല റേറ്റുള്ള സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പൊ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ, അപ്പൊ ഇതിനെ കുറിച്ച് നോക്കിയപ്പോ നല്ല രീതിയിലുള്ള ഇത് നമ്മുടെ ഫേസിനായിരുന്നാലും ബാക്കി കാര്യങ്ങൾക്കായിരുന്നാലും അടിപൊളി എന്നുള്ള റിസൾട്ട് കിട്ടിയതിന് ശേഷം ഞാൻ യൂസ് ചെയ്ത എന്റെ മാറ്റത്തിന്റെ ഫസ്റ്റ് കാരണം എന്ന് പറഞ്ഞ സാധനമാണ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക്. ഇത് ഇപ്പോഴും ഇതെന്റെ വീട്ടിൽ സുലഭമായിട്ടുണ്ട് കേട്ടോ. ഞാൻ നല്ല കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത സാധനമാണ് ഇതെന്ന്. അതായത് നമ്മുടെ അലോവേരയുടെ നമ്മുടെ യൂസ് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഞാൻ ഇതിനെ കട്ട് ചെയ്തിട്ട് എന്റെ യെല്ലോ ലിക്വിഡ് കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കും. വെച്ചതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ ഒരു മോർണിംഗ് റൊട്ടീൻ പോലെ ഞാൻ ചെയ്തിരുന്ന സാധനമാണ് കേട്ടോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക്. ഇതിന്റെ ജെല്ലെടുത്ത് ഫേസ് ഫുള്ളൊന്ന് മസാജ് ചെയ്യും. ഇത് ഇടുന്നതിന്റെ കൂടെ തന്നെ ഞാൻ അതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫേസ് നല്ല രീതിയിൽ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുമായിരുന്നു. പിന്നെ അത് കഴുകി കളയുന്നൊന്നുമില്ല, അതങ്ങനെ കിടന്നുണങ്ങി നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങ് പിടിക്കും. ദിവസവും രാവിലെ ഫസ്റ്റ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ അതെന്ന് പറയുമ്പോഴത്തേക്ക്. അലോവേര വിട്ട് എനിക്ക് ഒരു കളിയില്ലായിരുന്നു കേട്ടോ. അപ്പൊ അതാണ് കേട്ടോ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ. അപ്പൊ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഫേസ് പാക്ക്. ഞാൻ പൊതുവെ ഫേസ് പാക്ക് ഇടുന്നത് രാത്രിയിലാണ് കേട്ടോ. ഞാൻ പകൽ സമയത്ത് ഫേസ് പാക്ക് ഇടാറില്ല. പൊതുവെ തന്നെ ഞാൻ ഈ അലോവേര അങ്ങനെ ഇടാത്തുള്ളൂ. അല്ലാണ്ട് ഫേസ് പാക്കുകൾ പൊതുവേ ഞാൻ രാത്രി സമയത്ത്, അതായത് ഉറങ്ങുന്നതിന് കുറച്ച് മുന്നേ ഇട്ട് കിടക്കണം കേട്ടോ. ഇട്ട് കിടത്തില്ല, ഇട്ട് കഴുകി കളഞ്ഞ് മോയ്സ്ചറൈസർ ഇട്ട് കിടക്കണം കേട്ടോ. അപ്പൊ അതെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ചെയ്തിരുന്ന ഒരു ഫേസ് പാക്ക് ആണെന്ന് പറയുമ്പോൾ നമ്മുടെ ഞവരരി എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല, ഞാൻ അത് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് എന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. ഞവര അത് വാങ്ങുക, അങ്ങാടിക്കടയിൽ നന്നായിട്ടൊന്ന് കഴുകുക. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടാവും തോന്നുന്നു, ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നന്നായിട്ടൊന്ന് കഴുകി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുക. ജസ്റ്റ് നമ്മുടെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ പൊടിച്ചെടുത്ത പൗഡറാണ് കേട്ടോ ഇതെന്ന് പറയുമ്പോൾ. ഞവരയുടെ യൂസേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാടുണ്ട്. നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവാനും ഞവര പാൽ വെച്ചിട്ടുള്ള കിഴി, അങ്ങനെ ഒരുപാടുണ്ട്. ആയുർവേദത്തിൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാൻ വേണ്ടി മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഞവര എന്ന് പറയുന്നത്. ഞവര എന്ന് പറയുന്നത്. ഇത് ഞാനിടുന്ന എങ്ങനെയാന്ന് വെച്ചാല്, ഇതിന് കുറച്ച് പാലും കൂട്ടിയിട്ട്, ഒരു സ്പൂൺ മതി കേട്ടോ, ഇത് കുറുകി വരും. ഒരു സ്പൂൺ എടുക്കുക, കുറച്ച് പാലെടുക്കുക, നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. കുറുക്കിയെടുത്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യണം കേട്ടോ ചെയ്യുന്നത്. ഇത് ഞാൻ ഡെയിലി, ഇത് ഒരു തവണ ചെയ്യാൻ പറ്റത്തേ, ഒരു തവണ ആഴ്ചയിൽ ഒരു 3-4 തവണ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഡെയിലി ബേസിസ് അങ്ങനെ ചെയ്ത് പോകും കേട്ടോ. നമ്മുടെ അരി തന്നെയാണല്ലോ, പ്രത്യേകിച്ച് അങ്ങനെ ഹാർംഫുൾ ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. ഞാൻ അതിന്റെ കൂടെ മിക്സ് ചെയ്ത് ഇട്ടുകൊണ്ടിരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതെന്ന് പറയുമ്പോൾ. അതായത് നമ്മുടെ ഇരട്ടി മധുരത്തിന്റെ പൊടി, ഇത് അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടും. 40 രൂപയുള്ളൂ കേട്ടോ. നമ്മുടെ സ്കിന്നിനൊക്കെ നമ്മുടെ സ്കിന്നൊക്കെ ഒരു ബെറ്റർ ആയിട്ട് തരുന്ന സാധനമാണ് ഇരട്ടി മധുരത്തിന്റെ. ഇതിന്റെ പൊടിയും കിട്ടും, അതിന്റെ സ്റ്റിക്കും വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. നമ്മുടെ സ്കിന്നുള്ള അത്യാവശ്യം ഉള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഇത് നമുക്ക് മാറ്റി തരും കേട്ടോ. അടിപൊളിയുണ്ട്. നമ്മുടെ സ്കിന്നിന്റെ അത്യാവശ്യം നല്ലൊരു ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മുടെ അത്യാവശ്യം 1-2 ഷെയ്ഡൊക്കെ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതൊരെണ്ണം. പിന്നെ ഞാൻ ഇടുന്നതായിരുന്നു നമ്മുടെ ഫ്ലാക്സ് സീഡ്.
നമ്മുടെ ഫ്ലാക്സ് സീഡ് കേട്ടോ. ഞാൻ ഇതെല്ലാം ഒരു ബോട്ടിലാക്കി ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. നമ്മുടെ ഫ്ലാക്സ് സീഡ് അതിന്റെ എല്ലാവർക്കും അറിയാവും തോന്നുന്നു. ഇത് നമ്മുടെ ചൂടാക്കി അതിന്റെ ജെല്ലെടുത്ത് ഫേസിൽ ഇടാണ് കേട്ടോ ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ച് ഇതിന്റെ കൂടെ ഞാൻ ഒന്നും ഇടാറില്ല. ഇതിനെ തന്നെ നമ്മൾ ചൂടാക്കി അതിന്റെ ആ ഒരു തിക്കായിട്ടുള്ള ആ ഒരു ഇത് വരുമല്ലോ, അതിന് ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിങ്ങനെ ഇടയ്ക്കുന്ന അത് ഇട്ടിട്ട് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്യാറുണ്ട് കേട്ടോ. അതും കുറേ നേരം അതായത് അത് ഹെയറിലോടും ഫേസിലോടും, അതായത് അതൊന്നും കേട്ടോ ഫ്ലാക്സ് സീഡ്. പിന്നെ അടുത്ത് ഞാൻ ഇട്ടിരുന്ന ഒരു സാധനമാണ് നമുക്ക് അതിനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. അത് നമുക്ക് കുറച്ച് പേർക്ക് അറിയായിരിക്കും, അറിയാത്തവരെ ഉണ്ടാവും കേട്ടോ. ഞാനിതിന്റെ മലയാളം പറഞ്ഞുതരാം. ബദാം ഗം എന്നും പറയാം, ബദാമിന്റെ പശ എന്നൊക്കെ പറയാം, ബദാം മരത്തിന്റെ പശ എന്നൊക്കെ പറയും. ബദാം പറഞ്ഞ അബദ്ധമായി പോകുമെന്ന് അറിയത്തില്ല. ബദാം ഗുണ്ടോ അങ്ങനെ എന്തോ ഒരു സാധനം കേട്ടോ. അതായത് നമ്മുടെ ബദാം മരത്തിന്റെ പശ എന്നാണ് കേട്ടോ ഇത് പറയുന്നത്. ബദാമിന്റെ പശ എന്നാണ് പറയുന്നത്. ഇത് വെള്ളത്തിലിട്ട് ഇതാണ് കേട്ടോ പ്രോഡക്റ്റ് വരുമ്പോൾ. ഇതാണ് കാണാവുന്ന വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ കൽക്കണ്ട മാതിരി ഇരിക്കും. ഈ ഒരു കളറിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതിനെ നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് ഒരു ജെല്ലി കൺസിസ്റ്റൻസി, ജെല്ലി തന്നെയാണ് കേട്ടോ നമ്മുടെ ഇത് നമ്മൾ കുടിക്കുമല്ലോ, ജിഗർദാണ്ടയോ അങ്ങനെ എന്തോ, ജിഗർദാണ്ടയോ അതിനെന്തോ ഇടുന്ന മെയിൻ ആയിട്ട് ഇടുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ ഇതെന്ന് പറയുമ്പോഴത്തേ. നമ്മുടെ ശരീരം, നമ്മുടെ ബോഡി കൂളാക്കാൻ വേണ്ടിയിട്ട് ചൂട് സമയങ്ങളിൽ ഇതും ജിഗർദാണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അതാണെന്ന് തോന്നുന്നു. ശരീരം, നമ്മുടെ ബോഡി കൂളാക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ഫേസിൽ ഇടുമ്പോഴത്തേക്കും അടിപൊളിയാണ്. ഞാൻ ഇത് നന്നായിട്ട് സോക്കായിട്ട് നമ്മുടെ ജെല്ലി ആയതിനു ശേഷം അതും പാലുമായിട്ട് മിക്സ് ചെയ്ത് അതും ഇടാറുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതങ്ങനെ അപ്പൊ അതിപ്പോ 2-3 ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. കുറെ ഉണ്ടാട്ടോ പോയിട്ട് ട്രൈ ചെയ്ത് ഫെയിലായി പോയതുകൊണ്ട് റിസൾട്ട് കിട്ടിയതുണ്ട്. അങ്ങനെ അടുത്തത് എന്താന്ന് വെച്ചാല് ഇതാണ് കേട്ടോ. ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി തുണിയിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ഇതെന്തെന്ന് വെച്ചാൽ നമ്മുടെ മസൂർ ദാലും ഓട്സും കൂടിയിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ മസൂർ ദാൽ അറിയാലോ, നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ മസൂർ ദാലയുടെ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. മസൂർ ദാലും ഓട്സും കൂടിയിട്ട് പൊടിച്ചു വെച്ചേക്കുന്നതാണ്. ഇത് പാലോ തൈരോ എന്തിനെങ്കിലും മിക്സ് ചെയ്ത്, തൈരോ തക്കാളി നീരോ എന്തിനെങ്കിലും മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അത്യാവശ്യം ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത്, ചെറിയ രീതിയിൽ ഒരു തരി ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് കഴുകി കളയുക കേട്ടോ. നല്ല റിസൾട്ട് ആണ്. അടുത്തത് ഞാനൊരു വീഡിയോ കണ്ടിട്ട് ഈ ഇടയ്ക്ക് വാങ്ങിയ ഒരു സാധനമാണ് കേട്ടോ. റിസൾട്ട് ഞാൻ ട്രൈ ചെയ്തു, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ലതാണെന്ന് തോന്നി. അങ്ങനെ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്റെ വീഡിയോ ഒക്കെ ഒരു സമയത്തൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു കേട്ടോ. ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്ക് കേട്ടോ, അത് കുറയ്ക്കുന്നതിന് എനിക്കൊന്നും ചെയ്യാനില്ല. ഇത് അത്യാവശ്യം നല്ല ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോയിൽ കണ്ട് അത്യാവശ്യം ഒരു സമയത്ത് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇതൊന്നും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. അതിന്റെ പൊടിയാണ്, അതായത് നമ്മുടെ കോലരക്കിന്റെ പൊടിയാണ് കേട്ടോ. ഞാനിത് കോലരക്ക് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങി ഉണക്കി പൊടിച്ച് വെച്ചേക്കുന്നതാണ് കോലരക്ക് എന്ന് പറയുന്നത്. അത് നല്ലൊരു കോലരക്ക് തന്നെ വാങ്ങണം കേട്ടോ. അത്യാവശ്യം നല്ല റിസൾട്ട് നമുക്ക് തരും. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് അത് ഇടുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ് കോലരക്ക്. എന്നാണ് കേട്ടോ ഞാൻ വാങ്ങി ഇത്രയേ ഉള്ളൂ കേട്ടോ. കുറച്ച് വാങ്ങത്തുള്ളൂ. കുറച്ച് വാങ്ങി നന്നായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ പൊടിയാണ് ഇത്ര പാടാ. സ്റ്റിക്ക് മാതിരി ഒരു പശ പോലെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ എന്താ പറയാ ഉരുണ്ട്. ഇത് എന്തിന്റെങ്കിലും കൂടെയാണ് കേട്ടോ ഇടുന്നത്. അത് എന്തിന്റെ കൂടെ എന്ന് പറയുമ്പോഴത്തേക്കും ഇരട്ടി മധുരത്തിന്റെ കൂടെയോ നമ്മുടെ നവരാരിയുടെ കൂടെ എന്തിന്റെയും കൂടെ ആഡ് ചെയ്തിടുന്ന സാധനമാണ് കേട്ടോ. അതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കോലരക്ക് എന്ന് പറയുമ്പോൾ അപ്പൊ അത് കഴിഞ്ഞു. കുറെ ആയി തോന്നുന്നു. ഞാനൊരു ഇൻസ്റ്റയിൽ കുറെ വീഡിയോ കണ്ടിട്ട് വാങ്ങിയ ഒരു സാധനമാണ് കേട്ടോ. നമ്മുടെ ഇതിന്റെ ഓയിലൊക്കെ ഞാൻ ഭയങ്കര കണ്ട് എനിക്ക് തോന്നി, നല്ല സ്കിൻ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടും സ്കിന്നിന്റെ ഒരു 2-3 ഷെയ്ഡ് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടും നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ അതും അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിയ ഒരു സാധനമാണ്. ഇതെന്താന്ന് വെച്ചാല് മഞ്ചിഷ്ട. നിങ്ങൾ കുറെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, അങ്ങനെ ടെസ്റ്റർ മൂവായി അങ്ങനെ ചെയ്തതാണ്, നമ്മുടെ ഇഞ്ചക്ഷൻ എടുത്തതാണ്. അങ്ങനെ ഇല്ല കേട്ടോ. ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന പറയുമ്പോഴത്തേ എനിക്ക് ഇഷ്ടമാണ്. നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫേസ് പാക്കുകൾ അങ്ങനെ ഓരോന്നും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ വാങ്ങിയ ഒരു സാധനമാണ് കേട്ടോ മഞ്ചിഷ്ട. ഇതാണ് മഞ്ചിഷ്ട. നമ്മൾ റെഡ് കളറിലിരിക്കും. അതിന്റെ സ്റ്റിക്ക് വരുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങണം. മഞ്ചിഷ്ട വാങ്ങുമ്പോഴത്തേക്ക് അതിന്റെ സ്റ്റിക്കിനകത്തൊരു റെഡ് കളർ കാണും, ഇന്നൊരു ഹോളും കാണും കേട്ടോ. അങ്ങനെ വള്ളി നമ്മളെ കമ്പ് ചുള്ളി മാതിരിയൊക്കെ ഇങ്ങനെ ഇരിക്കും. അതാണ് കേട്ടോ മഞ്ചിഷ്ട എന്ന് പറയുക. അതും അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിയിട്ട് നന്നായിട്ട് ഉണക്കി
എടുത്തതാണ് കേട്ടോ ഇതെന്ന് പറയുമ്പോൾ. പക്ഷെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ് എനിക്ക് ഇടുമ്പോൾ ചെറിയൊരു ചൊറിച്ചിൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചൊറിച്ചിൽ ഫീൽ ചെയ്യാറുണ്ട്. എന്തിനെങ്കിലും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ. അല്ലാണ്ട് ഇത് മാത്രം ഇടുമ്പോൾ ചെറിയ രീതിയിൽ ഇടുന്ന സമയത്ത് ചെറിയ രീതിയിലൊരു ചൊറിച്ചിൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾ അത് ഇടുമ്പോൾ നിങ്ങൾ അത് മനസ്സിൽ വെച്ചേക്കണം കേട്ടോ. പക്ഷെ അങ്ങനെ ചൊറിച്ചിലുണ്ടെന്ന് കരുതി വേറെ പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. അതും അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ഇതൊക്കെ മിക്കതും ആയുർവേദത്തിൽ യൂസ് ആക്കുന്ന ആയുർവേദത്തിന്റെ നമ്മുടെ സൗന്ദര്യ ചികിത്സയ്ക്ക് യൂസ് ആക്കുന്ന സാധനങ്ങളാണ് കേട്ടോ മിക്കതും എന്ന് പറയുമ്പോഴത്തേക്കും. അടിപൊളിയാണ്. വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഓരോ ക്രീം വാങ്ങി തേക്കുന്ന ആ ഒരു പാടൊന്നുമില്ല. പക്ഷെ സമയം എടുക്കുന്നേ ഉള്ളൂ. നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങളും ഇതൊക്കെ വാങ്ങി യൂസ് ചെയ്ത് നോക്കട്ടോ. നമുക്ക് എന്തിനാ റിസൾട്ട് കിട്ടിയെന്ന് അറിയാലോ. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും. ഞാൻ യൂസ് ആക്കിയിരുന്ന കുറച്ച് ഫേസ് പാക്കുകൾ എന്ന് പറയുമ്പോഴത്തേക്കും വേറെ ഉണ്ട്, കുറച്ചുകൂടെ ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആയിപ്പോ നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിപ്പോ. അതിനേക്കാൾ നല്ല കുറച്ച് ദിവസം ചെയ്യുന്നതല്ലേ. അപ്പൊ ഇതൊക്കെയായിരുന്നു. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടിയിട്ട് ഒന്ന് ചെയ്തേക്കണേ. അപ്പൊ നാളെ മറ്റു വീണ്ടും കാണാം. നാളെ കാണുന്നത് വരേക്കും ബൈ.